ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ സ്ലൈസ് നിങ്ങൾക്ക് അറിയും, സ്ലൈസ് സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കാണാൻ കിട്ടുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിനെ അവർ അക്വയർ ചെയ്തിട്ട് ഇപ്പോൾ ആക്ച്വലി സ്ലൈസ് ഒരു പേലേറ്റർ കമ്പനിയായിരുന്നു പണ്ട്, ഒരു എന്താ പറയുക ടെക് ഫിനാൻസ് കമ്പനിയായിരുന്നു. അത് ആക്ച്വലി ഇപ്പോൾ അവരൊരു ബാങ്കായിട്ട് മാറിയിട്ടുണ്ട്, അതായത് സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിനുള്ള റീസെൻ്റ്ലി തന്നെ അവർക്ക് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാനുള്ള ലൈസൻസും RBIയുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യത്തെ നമ്മുടെ സ്ലൈസിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക അവരുടെ ജോയിനിങ് ലിസ്റ്റിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്ലൈസ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇത് ആക്ച്വലി നിങ്ങൾ ഓൾറെഡി ഒരു സ്ലൈസ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊരു ലൈഫ് ടൈം ഫ്രീ UPI ക്രെഡിറ്റ് കാർഡാണ് സ്ലൈസിൻ്റെ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്ലൈസിൻ്റെ അക്കൗണ്ട് എടുക്കണം, സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കണം. ഈസിയാണ്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ് തന്നു. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവരുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി അവരുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലൈസ് കാർഡ് ഇനീഷ്യലി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോർ ബാങ്ക് ഒക്കെ വന്നില്ലേ, അതുപോലെ തന്നെ സെയിം എന്താ പറയുക ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. 3% അപ് ടു 3%, അതെല്ലാവരും വരണം പരിപാടിയാണ്. അപ് ടു അതായത് കറക്റ്റ് 3% ഒന്നും കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ലൈഫ് ടൈം ഫ്രീ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ കംപ്ലൈൻറ്റ് പറയുന്നില്ല. ഫിസിക്കൽ കാർഡ് ഉണ്ടാവും, അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസും കാണുന്നത് അവർ പുറത്ത് വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈസിൻ്റെ ആപ്പ്. നിങ്ങൾക്ക് ഇതുപോലെ സ്ലൈസിൻ്റെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാം. ഞാൻ അതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് കുറയ്ക്കാം. ഇതാ സ്ലൈസിൻ്റെ ആപ്പ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ സ്ലൈസിങ് യു ആർ ഓൺ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പോയിട്ട് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ യു ആർ നെക്സ്റ്റ് ഇൻ ലൈൻ എന്ന് പറയുന്നത് വി ആർ ഓപ്പണിംഗ് ആസ് എ സ്ലോലി ടു കീപ് തിങ്സ് സ്മൂത്ത് യു വിൽ ബി നോട്ടിഫൈഡ് ആസ് സൂൺ ആസ് ആൻഡ് വെൻ. അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ഓപ്ഷൻ വരെയാണ്. നമുക്ക് റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഒന്നുമില്ല, അതേ സെയിം പരിപാടി തന്നെ. അപ്പോൾ ആരെങ്കിലൊക്കെ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൽ കയറിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതിന് മുമ്പ് സ്ലൈസ് അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കാനും മറക്കണ്ട. സിമ്പിളാണ് കേട്ടോ, ഒരു പരിപാടിയും വേണ്ട. അവരുടെ വീഡിയോ KYC പോലും ഭയങ്കര ക്യൂക്കാ, 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. വലിയ കാര്യം ഡീറ്റെയിൽ ഒന്നും ചോദിക്കുന്നില്ല. ഇതിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ് ടു 3% ക്യാഷ് ബാക്ക് ഓൺ UPI. പിന്നെ നമുക്ക് ഇതിലൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും 2500 3000 രൂപയുടെ മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് വേണമെങ്കിൽ നോ കോസ്റ്റ് EMI 3 മന്ത് EMI ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ട്രാൻസാക്ഷൻ വേണമെങ്കിൽ നമുക്ക് ആപ്പിൽ കൂടെ ചെയ്യാൻ പറ്റും, നോ കോസ്റ്റ് EMI ചെയ്യാൻ പറ്റും. അതൊരു നല്ല പരിപാടിയാണ്. പിന്നെ നമുക്ക് ഒരു സ്ലൈസ് പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു കൊണ്ടുവരുന്നുണ്ട്. അതൊരു ഓഫറാണ്, എക്സ്ട്രാ റിവാർഡ് പോയിന്റ് ഓൺ ഫേവറേറ്റ് ബ്രാൻഡ്സ്. അതായത് ഇവരുടെ കുറച്ച് ടൈപ്പ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടല്ലോ, അതുമേ എക്സ്ട്രാ റിവാർഡ്സും കാണാൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവർ പുറത്ത് വിട്ടുള്ളൂ. അതുപോലെ തന്നെ സീറോ ജോയിൻ ഫീസ് ആണ്, അതൊരു പുറത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേ വിയ UPI, സ്കാൻ വിത്ത് UPI, പേ ഓൺ ക്രെഡിറ്റ് കാർഡ്, പിൻലെസ് പേയ്മെൻറ്റ്, അതായത് 5000 രൂപ വരെ നമുക്ക് പിൻലെസ് പേയ്മെൻറ്റ് ചെയ്യാം. ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻസ് വരുന്നുണ്ട്, ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് ആണ് അവർ ആക്ച്വലി ഈ സ്ലൈസ് കാർഡിൻ്റെ അതിൻ്റെ പടമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പടം കണ്ടിട്ട് ഇത് ഫിസിക്കൽ കാർഡ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇതേപോലെ നോർമലായിട്ടുള്ളൊരു സംഭവമായിട്ടൊരു പ്ലെയിൻ കാർഡ് അവർ കാണിക്കുകയാണെങ്കിൽ അതൊരു ഡിജിറ്റൽ കാർഡ് ആവാനാണ് ചാൻസ്. അപ്പോൾ ഇതുവരെയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒരു ഫിസിക്കൽ കാർഡ് ഉണ്ടോ, എന്താ പറയുക ഈ മറ്റേ കാർഡ് ഉണ്ടോ, അത് ഉറപ്പൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഈ സ്ലൈസ് അക്കൗണ്ട് എടുക്കാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് ആണ്, ഡയറക്റ്റ് സ്ലൈസിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് തന്നെയാണ്. അപ് ടു 250 rupees വരെ ഇൻവൈറ്റ് ചെയ്യാൻ നടത്തുന്ന സംഭവം ഒരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടോ. അതിൻ്റെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ മറക്കണ്ട, ഈസി പരിപാടിയാണ് കേട്ടോ. എന്നിട്ട് ഒരു UPI ട്രാൻസാക്ഷൻ ചെയ്യാൻ മറക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഗെറ്റ് അപ് ടു 250 rupees എന്നൊരു ഓഫറുണ്ട് ഇവർക്ക്. എനിക്കും ചിലപ്പോൾ കിട്ടും, നിങ്ങൾക്കും ചിലപ്പോൾ കിട്ടും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഒരു ഗെയിമിംഗ് കളിക്കുന്ന പോലത്തെ പരിപാടിയാണ്. അത് നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ. അത് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഈ സംഭവമുണ്ട് പ്ലേ ആൻഡ് വിൻ എന്ന സംഭവം. ഇതിൽ നമുക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്കൊരു സാധനം കിട്ടും. അതിൽ ഒരു ഗെയിം പോലെയാണ്. അത് നിങ്ങൾ നമ്മുടെ ഇങ്ങനെ അത് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിലൊന്നും എടുക്കുന്നില്ല വേറെ. എന്താ വെച്ചാൽ ഒരു ആകാശത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്റ്റാർസ് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ വെട്ടുക, അപ്പോൾ എത്ര വെട്ടുന്നോ അത്രയും പോയിട്ട് നമുക്ക് കിട്ടും. അത് ക്യാഷായിട്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് ആഡ് ആകും. 250 ആയി കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഒരു പരിപാടി. അത് നോർമലി നമ്മൾ UPI ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് റിവാർഡ് കിട്ടുക, ഈ ഒരു ഗെയിം തന്നെ. പക്ഷേ വലിയ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഒരു 10 രൂപ 5 രൂപയൊക്കെ എന്തായാലും മിനിമം കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ അതിനൊക്കെ നമുക്ക് വെട്ടാൻ പറ്റുമല്ലോ. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം വന്നപ്പോൾ നമുക്ക് അതിന് വൈനപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻസിന് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ, പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ നോക്കാനും മറക്കണ്ട. അടുത്ത കാണാം. ബൈ.